ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോണേ? ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ്. ഓക്കെ. അപ്പോൾ നമ്മളുടെ വൺ ഓഫ് ഓണറാണ് മിസ് അർഷ. അപ്പോൾ മാമിൻ്റെ വീട്ടിലാണ് നമുക്ക് ഇന്ന് ന്യൂ ഇയറിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യോഗാശ്രമം ടീമും അവിടെ ഉണ്ട്. 1 o'clock ഫംഗ്ഷൻ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നത് ഈ എത്തിഹാദ് റെയിൽവേ ഉണ്ടല്ലോ, അതിൻ്റെ ട്രാക്കാണ്. ഇതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്സൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് സ്റ്റാർട്ടിങ് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊന്നും എനിക്ക് വല്ലാണ്ട് അറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് ഇവിടെ ഒരു വലിയ ലക്ഷറി അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ. ഇതിലെ എല്ലാ ബാൽക്കണിയിലും പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് അവിടേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവിടെയുള്ള ബിൽഡിങ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ നമ്മൾ എത്തിയ കമ്മ്യൂണിറ്റിയിലത്തെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം കുറച്ചൊരു പോഷ് ഏരിയ ആണ് ഇത്. ഈ കഴിഞ്ഞ ദീപാവലിക്കായിരുന്നു മാഡം ഇവിടേക്ക് മൂവ് ചെയ്തത്. ഇതിനു മുന്നേ മാഡം ഉണ്ടായിരുന്നത് ബുർജ് ഖലീഫയിലായിരുന്നു. പിന്നെ മെയിനായിട്ടും ഈ ഫംഗ്ഷൻ വീട്ടിൽ വയ്ക്കാൻ കാരണം നമുക്ക് എല്ലാവർക്കും ജസ്റ്റ് വീടൊക്കെ ഒന്ന് കാണാനും അവിടെ വെച്ചിട്ട് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ് മാഡം ചൂസ് ചെയ്തത് വീട് തന്നെ. ആക്ച്വലി ഇവിടെ എൻ്റർ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു കാംനെസ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. നല്ല ഗ്രീനി ആയിട്ടും പിന്നെ അധികം നമ്മുടെ എന്താ പറയുക ആ ബിസി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബോസിൻ്റെ വില്ല. അപ്പോൾ ഓൾറെഡി നമ്മുടെ യോഗാശ്രമത്തിൻ്റെ 2 ഓണേഴ്സും പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന 2 സ്റ്റാഫുകളും ഒരുമിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഒപ്പം നമ്മൾ എൻ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഫ്രണ്ടിൽ പോകുന്ന 2 പേര് യോഗാശ്രമത്തിൻ്റെ 2 ഓണേഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യാണ്. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ മെയിനായിട്ടും ഞങ്ങളെല്ലാവരും നോട്ട് ചെയ്തത് ഈ ഇരിക്കുന്ന ബുദ്ധൻ്റെ സ്റ്റാച്യുവും അതുപോലെ ഈ മെയിൻ ഡോറുമാണ്. മെയിൻ ഡോറ് ഭയങ്കര ഹൈറ്റുള്ള ഒരു ഡോറാണ്. മാത്രമല്ല ഈ വീടിൻ്റെ എല്ലാ കോർണറിലും ഇങ്ങനെ ഗുരുജിയുടെ ഫോട്ടോസും വെച്ചിട്ടുണ്ട്. യോഗാശ്രമത്തിലെ എല്ലാ ഓണേഴ്സും ഗുരുജിയുടെ ഭയങ്കര ഡിവോട്ടീസാണ് കേട്ടോ. അതുപോലെ മാഡത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എൻ്റർ ചെയ്യുക ഇങ്ങനെയുള്ള വലിയൊരു ഏരിയയിലേക്കാണ്. ഇത് ഒരൊറ്റ ഹോള് പോലത്തെ ഏരിയ ആണ്, ഓപ്പൺ ആണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരു TV യൂണിറ്റും അതുപോലെ ആ TV യൂണിറ്റിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഫോട്ടോസും അതുപോലെ സ്റ്റാച്യൂസും ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള ചെറിയ ചെറിയ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ന്യൂ ഹോം ആയതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഫില്ല് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ചും കൂടി അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് മാഡം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയുള്ള എല്ലാ ഐറ്റംസും ഭയങ്കര യുണീക്ക് പീസസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഏരിയ ഭയങ്കരമായിട്ട് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഒരു വലിയൊരു ഹോള്, അതിലാണ് ഈ
ടി വി യൂണിറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ഡൈനിങ് സ്പേസും, പിന്നെ അപ്പുറത്തൊരു കിച്ചൺ ഉണ്ട്. ഇവിടെ ഇങ്ങനെയായിട്ടാണ് ഒരു ചെറിയ ബാർ കൗണ്ടർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വീട് മൊത്തം ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എന്താ പറയുക, ബേസ്മെൻ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇത് മാഡം നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്പേസ് ആണെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അവിടെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു വാഷ്റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ മാഡം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ഓരോ കാര്യങ്ങളും. പിന്നെ ഇതാണ് മാഡത്തിൻ്റെ യോഗ റൂം കേട്ടോ. ഇവിടെ കുറച്ച് പെയിൻറ്റിങ്സും അതുപോലെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പെയിൻറ്റിങ്സൊക്കെ മാഡം വരച്ചതാണെന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. ആക്ച്വലി ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു മാഡം അങ്ങനെ ഡ്രോയിങ് ഒക്കെ ചെയ്യുമെന്ന്. പിന്നെ ഇവിടെ ഇങ്ങനെ ഫുഡ് റിഫ്ലക്സോളജിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഫോട്ടോവും മാഡം വരച്ചതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് ഹാറ്റിൻ്റെ. പിന്നെ ഈ ഒരു സൂട്ട് കേസ് ഉണ്ടല്ലോ, അത് മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മാഡത്തിൻ്റെ ഹസ്ബൻഡിന് കൊടുത്തതാണ്. അപ്പോൾ അവരങ്ങനെ പാരമ്പര്യമായിട്ട് എടുത്ത് വെക്കണതാണെന്നൊക്കെ പറഞ്ഞു. I will do the vlog. I will do the vlog. Second floor. Join me. You're in the second floor. Let's check. First, this is the elevator for the second floor, as you can see. And it's reception. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമലി ഇവിടെ ഒരു എലിവേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. അതിന് നല്ലൊരു ബാൽക്കണി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെയായിട്ട് ഒരു വാഷ്റൂമും ഡ്രസ് ചേഞ്ചിങ് ഏരിയയും ഉണ്ട് കേട്ടോ. അത് പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ആവില്ല, അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ സ്പേസൊക്കെ ഭയങ്കര സ്പേഷ്യസും കാര്യമൊക്കെയാണ്. പിന്നെ ആ സെയിം ഫ്ലോറിൽ തന്നെ അടുത്ത കോർണറിലായിട്ട് ഇങ്ങനെ ഒരു റൂം വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു പൂജ റൂം സെറ്റപ്പാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എൻ്റർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഏരിയയ്ക്കാണ്. ഇവിടെയാണ് മാഡത്തിൻ്റെ ബെഡ്റൂം വരുന്നത്. ഇതും അതേ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ കണ്ട റൂമിൻ്റെ അതേ സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും. നമുക്ക് വാഷ്റൂമാണെന്ന് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ഡോർ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് എൻ്റർ ചെയ്താലാണ് ഇങ്ങനത്തെ ഒരു സ്പേസ് കാണുക. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലെ 2 ബെഡ്റൂമും നമ്മൾ കണ്ടു. പിന്നെ ആ പൂജ റൂമും കാര്യങ്ങളുള്ളതും കണ്ടു. പിന്നെ ഇവിടെ ഇങ്ങനെയായിട്ട് വലിയൊരു ബാൽക്കണിയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് ഫ്ലോറിൽ ഉള്ളത്. പിന്നെ മെയിനായിട്ട് ഇവിടെ എല്ലാ സൈഡിലും ഒരുപാട് മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ചെറിയ ബോട്ടിൽ തന്നെ ഭയങ്കര യൂണീക്ക് പീസായിട്ട് എനിക്ക് തോന്നി. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് 3rd ഫ്ലോറിലേക്കാണ്. അവിടെയുള്ള ഗസ്റ്റ് ബെഡ്റൂമിലത്തെ ഒന്നാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് താഴെയുള്ള പൂൾ ഏരിയയിലേക്കാണ്. അവിടുത്തെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ആക്ച്വലി ഈ പൂൾ ഏരിയയിൽ നിന്നാൽ നമുക്ക് അപ്പുറത്ത് ഗോൾഫ് കളിക്കുന്ന ആൾക്കാരേനൊക്കെ കാണാം. പിന്നെ മൊത്തത്തിൽ ഈ ഒരു വീടിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്.
പിന്നെ നമ്മളൊരു 4:30 5 വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷനും എല്ലാതും കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മേഡത്തിൻ്റെ വീടിൻ്റെ പുതിയ വീടിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് മേഡത്തിൻ്റെ വീടും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.